ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ നമ്മുടെ ജയലക്ഷ്മിന്റെ ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സീസൺ 4 കഴിഞ്ഞ ദിവസം കോഴിക്കോട് വുഡീസ് റെസ്റ്റോറന്റിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ രാവിലെ ഒരു 10:30-11 മണി ആയപ്പോഴാണ് കേട്ടോ ഞാൻ എത്തിയത്. അപ്പൊ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ വന്നപ്പോ മുകളിലാണ് രണ്ടാമത്തെ നിലയിൽ ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അവിടേക്ക് പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിൽ കയറാൻ കേട്ടോ. നമുക്കത് വരക്കുന്നില്ല, എന്തായാലും നടന്നങ്ങനെ കയറി. അപ്പൊ ആൾക്കാരൊക്കെ നേരത്തെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10:11 മണിയാണ് പറഞ്ഞത്. ആ ഒരു സമയം ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് ഒരാളോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞ അവിടെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ പോയി ഞാൻ അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ, പോയി രജിസ്റ്റർ ചെയ്തു. അപ്പൊ പിന്നെ നമ്പറൊക്കെ കിട്ടി കേട്ടോ. ഇവിടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പൊ ഒരു നമ്പർ തന്നു. ഇപ്പൊ എന്റെ നമ്പർ ഇതായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് കിട്ടിയ ഐറ്റംസ് എന്താ വെച്ചാല് ബീഫ് വരട്ടിയതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സൈഡ് ഒരു ഡിഷായിട്ട് പഴംപൊരിയും കൂടെ വെച്ചു. നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലില് പഴംപൊരിയും ബീഫും ആയിരുന്നു കേട്ടോ എന്റെ സ്പെഷ്യൽ. അപ്പൊ അതവിടെ അവര് ഫ്രീ ആയിട്ട് ചായയും കോഫിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ ഹസ്ബൻഡിനും എനിക്ക് വേണ്ടി ഓരോരോ ചായ എടുക്കാൻ വെച്ചാൽ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഏതായാലും അങ്ങനെ മൂപ്പർക്ക് ചായ ഒക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 ബാച്ചായിട്ടാണ് കേട്ടോ അവര് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാക്കുന്നത് നമ്മളെ സമയമായിട്ടുണ്ട് കേട്ടോ. നിങ്ങള് ഫുഡൊക്കെ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ എല്ലാവരും സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പല വിധ ഐറ്റംസും കേട്ടോ. നല്ല നാടൻ വിഭവങ്ങളും പല രീതിയിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കാണാനും കഴിക്കാനൊക്കെ ആയിട്ട് തന്നെ എല്ലാവരും ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റാണ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനുള്ള അവര് സമയം തന്നത് കേട്ടോ. അപ്പൊ ഞാനിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡാണ് കേട്ടോ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചേച്ചിമാരും താത്തമാരും ഒക്കെ ഉണ്ട് കേട്ടോ. വിവിധ തരം ഫുഡ്, നമ്മളെ നാടൻ ഡിഷുകളും പായസം, അങ്ങനെ വിവിധ തരം ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു കൗതുകം തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോ കൂടെ കാണാം. അപ്പൊ ഇത് എന്റെ തൊട്ടടുത്തുള്ള എത്തിയായിരുന്നു കേട്ടോ. അവരുണ്ടാക്കി കൊണ്ടുവന്നത് എന്താ വെച്ചാൽ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. അവർക്ക് കാണാനൊക്കെ ഉണ്ടല്ലേ, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പിലുള്ള അവര് പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാരും ഇതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഷെഫ് വരേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കുന്ന എന്റെ ഡിഷ് ഞാനിതാ അവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പഴംപൊരിയും ബീഫും അതേപോലെ ചായയായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇത് മുന്തിരി പൈനാപ്പിൾ കിച്ചടിയാണ് കേട്ടോ. അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ളത് മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അവരുണ്ടാക്കി കൊണ്ടുവന്നത്. അവര് മലപ്പുറത്ത് നിന്ന് വന്നതായിരുന്നു കേട്ടോ. അപ്പൊ അതാ ഷെഫ് അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് വ്ളോഗറും അതേപോലെ ഷെഫുമായ നമ്മുടെ തസ്മിത്ത കേട്ടോ, തസ്മി അസീസ് ഉണ്ടല്ലോ, അവരാണ് ഷെഫും. പിന്നെ അവരെ കൂടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അവര് ഓരോന്നും ഇങ്ങനെ ഫുഡ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ ഫൈനലി നമ്മളെടുത്തെത്തിയിരിക്കുകയാണ്. ആകെ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ. അപ്പൊ പഴംപൊരിയും ബീഫും ആയതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്തായാലും അതന്നെ സന്തോഷം. ബീഫ് പഴംപൊരി ഓക്കെ. പഴംപൊരി കേട്ടിട്ടുള്ളു.
ചെറിയൊരു അനൗൺസ്മെന്റ് എല്ലാവരും ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. അയ്യോ ഇപ്പൊ ഓരോ മറ്റ് നോക്കിയത് വെള്ളം സൂപ്പറാണ്. സംഭവം റെസിപ്പീസ് ചോദിക്കണമെന്നുണ്ടെങ്കിലോ ടേസ്റ്റ് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് ചെല്ലാവുന്നതാണ്, ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. പ്രസൻസ് ഇന്ത്യൻ ഗൃഹലക്ഷ്മി ഹോം ടൂർ സീസൺ 4 ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ കഴിഞ്ഞ ആൾക്കാർ അവർ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. നമ്മുടെ താങ്ക്സ് പറയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ. അപ്പൊ പ്രൈസ് കിട്ടോ ഇല്ലോ എന്നുള്ളതല്ല, ഇതുപോലുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പിന്നെ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അപ്പൊ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇവരെ കൂടെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.